നമസ്കാരം. സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, വെൽക്കം ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റ്. തുടങ്ങല, ഞാൻ എത്തില്ല. ഇത് എവിടെയായിരുന്നു അശ്വതി? ലേഡീസ് ഫസ്റ്റ് എന്നാണ് എല്ലായിടത്തും എഴുതി വെക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. എന്നിട്ട് അശ്വതിയല്ലേ ആദ്യം വരേണ്ടത്? പിന്നെ എന്ത് ഇത് എവിടെ പോയിരുന്നു? ഇപ്പൊ റേഷൻ കടയിൽ ചെന്നാലും സ്ത്രീകൾക്കാണ് ആധിപത്യം, എവിടെ ചെന്നാലും ലേഡീസ് ഫസ്റ്റ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പുറത്തോട്ടെങ്ങാനും ഇറങ്ങി പോകാൻ നേരത്ത് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. 1.5 മണിക്കൂറായാലും ഇവരൊന്നും പുറത്തോട്ട് വരില്ല. അവിടെ മാത്രം ലേഡീസ് ബാക്ക്, ബാക്കി എല്ലാ സ്ഥലത്തും ലേഡീസ് ഫസ്റ്റ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ചേട്ടാ. നിങ്ങളെ പോലെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇറങ്ങി വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വരണ്ടേ? അത് കറക്റ്റാ. ഇത്രയും ചെറിയ ഏരിയയിൽ കൂടുതൽ ഡെക്കറേഷൻ ഉള്ള ലോകത്തെ ഒരേ ഒരു സ്ഥലമാണ് സ്ത്രീകളുടെ ഈ മുഖം. ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്താ താമസിച്ചത്? ഓ എന്റെ പൊന്ന് ചേട്ടാ, ഒന്നും പറയണ്ട. എന്നാ പറയണ്ട, നമുക്ക് തുടങ്ങാം. അങ്ങനെയല്ല, പറയണം. എന്നാ പറ. അല്ല, ഞാനൊന്ന് പേടിച്ചു. പേടിച്ചായിരിക്കും. കാരണം മേക്കപ്പ് ഇല്ലാതെ കണ്ണാടിയിലെങ്ങാനും നോക്കി കാണും, ഉടനെ തന്നെ പേടിക്കും. ഇതുപോലെ കണ്ടൊക്കെ എന്റെ പൊന്നോ ഇതൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ പേടിച്ച് നിലവിളിക്കും. കണ്ണാടിയിലൊക്കെ നോക്കി ചേട്ടാ ഇത് കേക്ക്. എന്റെ വീടിന്റെ അല്ല, മോളിൽ അത് പറഞ്ഞ അശ്വതിക്ക് ഇഷ്ടമായില്ല. ഓ അങ്ങോട്ട് നോക്ക, മേക്കപ്പ് ഇല്ലാതിനൊക്കെ കണ്ട അമ്മ സത്യാലും പേടിക്കും. മതി. എന്റെ വീടിന്റെ മുകളില് ഒരു തീകോളം, പിന്നെ തീ വന്നു. നമ്മളെയൊക്കെ വീട്ടിന്റെ അടുപ്പിലാണ് തീകോളമൊക്കെ വരുന്നത്. ഇതൊക്കെ മേലില്. അതെ, ഇതൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ അടുത്ത സമയത്ത് നമ്മുടെ കല്ലൂരും കടവന്തറയിലൊക്കെ ഒരു വലിയ സംഭവം നടന്നു. എന്താണെന്നറിയോ? ഭൂമി കുലുക്കം. അതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു കേട്ടോ. ഈ ഉൽക്ക വരുന്നതും ഭൂമി കുലുങ്ങുന്നതും ഒക്കെ ലോകാവസാനത്തിന്റെ ലക്ഷണോ? ലോകം അവസാനിക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ദുരന്തങ്ങളായിട്ട് വന്ന് അവസാനം എല്ലാരും മരിച്ചു പോകും. എന്താ ചേട്ടാ? അല്ല, ഞാൻ ആലോചിക്കുന്നതേ, ഈ ലോകാവസാനം വരുമ്പോ എല്ലാരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു വരില്ലേ? അപ്പൊ ഈ അവസാനം മരിക്കുന്ന ആളിന്റെ ശവം ആരാണ് അടക്കുന്നത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വലിയ പ്രശ്നമാണ് കേട്ടത്. പണ്ടൊക്കെ നമ്മുടെ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ ഈ കാർഡ് കൊണ്ടു കൊടുത്തിട്ട് പൈസ പിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ചില തെണ്ടാൻ വരുന്ന ആൾക്കാർ. ഇപ്പൊ അതേ ഫ്ലോറിലും ഇതുപോലുള്ള പരിപാടി തുടങ്ങി. ഹലോ, എന്താ പരിപാടി? ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതിനകത്തൊന്നും പിരിവെടുക്കാനൊന്നും പറ്റില്ല. എന്താ പരിപാടി? ആരാ നിങ്ങള്? ഓക്കെ 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 എന്റെ പൊന്നു ചേട്ടാ, അയാളുടെ പേരായി പറഞ്ഞോണ്ടിരിക്കുന്നത് പി കെ. അതെനിക്ക് മനസ്സിലായി. ഓക്കെ എവിടുന്നാ പറഞ്ഞ? ചൊവ്വേന്ന് വരുമോ? ചൊവ്വയെന്നോ? ചേട്ടാ ചൊവ്വന്ന് വന്ന് ഇയാള് പച്ച വെള്ളം പോലെ മലയാളം പറയുന്നു. അതെ, മലയാളം നന്നായിട്ട് പറയുന്നല്ലോ. വേറെ ഏതെങ്കിലും ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് ആകെ മലയാളം അല്ലേ അറിയാവുള്ളൂ. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നതാ? നിങ്ങള് ചൊവ്വയ്ക്ക് ജീവനുണ്ടോ, വെള്ളമുണ്ടോ, അനക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ആഴ്ചയിൽ ഇവിടുന്ന് റോക്കറ്റും ഉപഗ്രഹവും ഒക്കെ തട്ടിക്കയറ്റി വിടുന്നില്ലേ? അതെല്ലാം വിടാറുണ്ട്. അത് മുഴുവൻ അടിഞ്ഞു കൂടി അവിടെ കിടക്കുക. എന്റെ വീട്ടിലെ തിണ്ണേന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ റോക്കറ്റ് ഓടിട്ട് നടക്കാൻ പാടില്ല, അറിയാവോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ചൊവ്വയുടെ അവസ്ഥ എന്നാ അറിയാമോ? ശബരിമല പോയിട്ടുണ്ടോ? ശബരിമല പോയിട്ടുണ്ട്. അവിടെ ഈ ശരം കുത്തിയാരെന്ന് പറഞ്ഞ ഈ ശരം കുത്തി വെച്ചേക്കണം ആല് കണ്ടോ? അതെ, ഒരുപാട് ശരം ഇങ്ങനെ ഒരുപാട് കുത്തി വെച്ചിട്ട് പോകും. റൗണ്ട് ചെയ്ത് കുത്തിയിട്ടില്ല. അതാ ചൊവ്വയുടെ അവസ്ഥ. മുഴുവൻ കുത്തി വന്ന് നിൽക്കുക അങ്ങനെ നിറച്ച് ഉപഗ്രഹം. നമ്മൾ ഓരോ കണ്ടുപിടുത്തത്തിനാണ് അങ്ങോട്ട് അയക്കുന്നത്. അതെ അതെ അതെ. അവിടെ കണ്ടുപിടുത്തത്തിന് എല്ലാ ആൾക്കാരുടെ ജീവൻ പോവാ അപ്പൊ അവിടെ വന്നിട്ട്. അറിയാമോ? അത് പോട്ടെ, ലാസ്റ്റ് പെട്ട സാധനത്തിന്റെ പേരെന്താ? മംഗളയാൻ. നിങ്ങൾ കളയാൻ പറ്റുന്നതാ. അവിടെ വന്ന് കുത്തിയിരിപ്പുണ്ട്. അല്ല, അതിന്റെ പേരാണ് മംഗൾയാൻ. മംഗളയാൻ. ശാസ്ത്രജ്ഞൻ. ചൊവ്വയിൽ നാക്കൊന്നും പഠിക്കാറുണ്ട്.
ഈ ശാസ്ത്രജ്ഞന്മാരെ ആ. അങ്ങോട്ട് കയറ്റി വിടുമ്പോ അവർക്കറിയാം ഇത് കളയാനെന്നുള്ളത്. ആ. നിങ്ങൾ ഈ ഉപഗ്രഹം വിടുന്നില്ലേ, ആ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഉപദ്രവം. അല്ല അവിടെ നമ്മള് ഈ വെള്ളം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനാണ് അങ്ങോട്ട് അയക്കുന്നത്. വെള്ളം ഉണ്ടോന്നോ? ആ. ഇവിടെ ഈ കേരളത്തിൽ താഴെ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടെ ഉണ്ട്, അറിയാവോ? പക്ഷെ വെള്ളം ഇത്രയും ഉണ്ടെങ്കിൽ എന്താ പ്രയോജനം? എന്താ സാധനം അടിക്കണമെങ്കിൽ കേരളത്തിലെ ബിവറേജിൽ വരണ്ടേ? അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പി കെ ആണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ പ്രൂവ് ചെയ്യണം. കുറുവി എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം എന്ന്. എന്നാ ചെയ്യണം? അയ്യോ തെളിയിക്കണം എന്ന്. ആ തെളിയിക്കണം. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു തെളിയിക്കണമെന്ന്. അതിനൊരു പാടുമില്ല. ഞാനിങ്ങനെ പാട്ട് കേൾക്കാറുണ്ടോ? ആ കേക്കാം. അല്ല ഇത് കേടാത്. അപ്പൊ നമ്മളിങ്ങനെ കൈ കയറി പിടിച്ചിട്ട് സ്ത്രീകളുടെ കയ്യിൽ അങ്ങനെ അനാവശ്യമായിട്ട് കയറി പിടിക്കാൻ കേരളത്തിൽ അനുവദിക്കില്ല. ഇവിടെ അങ്ങനെയാണോ? ആ അവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ ആദ്യം വന്ന മലയാളിയാണ് അവിടെ. ആ ആദ്യ ചൊവ്വയില് പുള്ളി പഠിപ്പിച്ചതാണ്. പുള്ളി പഠിപ്പിച്ചത് അവിടെ ഇപ്പൊ തൊടാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല, അറിയോ? കേസാവും. കേസാവും. അപ്പൊ പിന്നെ വേറെ ആരും അവിടെ വരാറില്ലേ? അന്യരാജ്യത്തിൽ വന്നിട്ട് എന്താണ്ട് കാണിച്ചിട്ട് പോകുന്നുണ്ട്. അത് പ്ലൂട്ടോയോ നാട്ടോയോ കപ്പയോ ഏതാണ്ടൊക്കെ. പ്ലൂട്ടോ ഭൂട്ടാൻ. ആ നെപ്റ്റൂൺ ഭൂട്ടാൻ. ഭൂട്ടാനല്ല പ്ലൂട്ടോ. ആ അവിടെ വന്നാ പൂട്ടും. അതിരിക്കട്ടെ, താങ്കൾ ചൊവ്വയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ചൊവ്വാഴ്ച വന്നു. അത് ചൊവ്വാഴ്ച വരാൻ കാര്യം? അയ്യ കേട്ടിട്ടില്ലേ? ചൊവ്വാ ദോഷം. ചൊവ്വാഴ്ച അവിടെ ഭയങ്കര ദോഷം ഞങ്ങൾക്ക്. അതല്ലേ ചൊവ്വാഴ്ച തന്നെ ഇനി പോരുന്നത്. ശരി, നിങ്ങൾ പി കെ ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അത് പറഞ്ഞില്ല ഞാന്. സ്ത്രീകളുടെ കയ്യിലൊന്നും തൊടണ്ട, എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും. ഇത് കയ്യാണോ? ആ ചൊവ്വയിലെ ഇതിനൊക്കെ റോഡ് മാന്തി എന്നാ പറയണേ. ഇതങ്ങോട്ട് പിടിച്ചാ അങ്ങോട്ട്. ഇങ്ങനെ പിടിച്ചിട്ടേ, ഇങ്ങനെ പിടിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയും. ശരി, എന്നൊന്ന് അറിയണമല്ലോ. സുരേട്ടാ വേണോ? ഇല്ല ഇല്ല, എല്ലാരും അറിയും. പറയട്ടെ. പറയാം. സുരാജ് പേര്. സുരാജ് അല്ലേ? സിൽമാടനാണ്. സിൽമാടനല്ലേ? ആ ദേശീയ പുരസ്കാരം. അതങ്ങോട്ട് വിട്ടത്. ഇവിടുത്തെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. ഇതൊന്നുമല്ല, നിങ്ങൾ എന്നെ കുറിച്ച് പറയണ്ട. നിങ്ങൾ ഈ പുറത്തുള്ള ഏതെങ്കിലും അറിയാത്ത ആൾക്കാരുമായിട്ടൊന്ന് സംസാരിച്ചേ. അപ്പൊ എന്നെ വിശ്വാസമില്ല? ഇല്ല, വിശ്വാസമില്ല, എനിക്ക് തെളിവ് വേണം. കാണിച്ചു തരാം. ഇതും കൂടെ എടുത്തുള്ളൂ. ഇതും കൂടെ വേണം. ഒന്ന് 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 നോക്കിയത് വിശ്വാസമാവട്ടെ. ഈ കുട്ടിയുടെ കയ്യിലേക്ക് പിടിച്ച് പറഞ്ഞേ. ഈ കുട്ടിയുടെ എന്നെ വിശ്വാസമില്ലെന്ന്, പി കെ അല്ലെന്ന് കൈ കാണിച്ചു. രജനി അല്ലേ പേര്? ഇത് അല്ല, നിങ്ങൾ സംഭവം അറിയോ? വളയില കയറി പിടിച്ചേ. വളയിൽ കയ്യിലല്ല പിടിച്ചേ. അപ്പൊ ഈ വള രജനിയുടെ വളയല്ലേ? ഇന്ന് ഇവിടെ പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് വാടകയ്ക്ക് മേടിച്ചിട്ട് വന്നേ. ആയിരിക്കും. ചെല്ലുമ്പോ രജനിക്ക് കൊടുത്തേക്കണം വെറുതെ. വളയില്ലാത്ത ആരെയും കൈ കയറി പിടിച്ചിട്ട് വള ഇല്ലാത്ത ഒരാളിരിക്കുന്നു. അല്ല, വളയില്ലാത്ത ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരാളെ പിടിക്കാമല്ലോ. കൈ ചേട്ടാ. പേര് ശ്രീജിത്ത്. ഓക്കെ അല്ലേ? കറക്റ്റാ? കറക്റ്റ് അല്ലേ? ആണോ? കറക്റ്റ്. പെരുമ്പാവൂരാണ് വീട് അല്ലേ? അയ്യോ, 2 പെങ്ങന്മാരുണ്ട്, 2 അളിയന്മാരും. 2 പെണ്ണും പിള്ളേ? പെണ്ണുപിള്ളയല്ല, പെങ്ങന്മാര്. പെങ്ങന്മാര്. പിന്നെ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ കുടുംബത്തിൽ. നിങ്ങളിന്ന് വേറെ വണ്ടിക്ക് ഇങ്ങോട്ട് വന്നു അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി എല്ലാം ശരിയാ. ഓക്കെ, മനോഹരമായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പി കെ അല്ല, ഓക്കെ ആണ് പോലും. ഹലോ, ഹായ്. ഇതാരാണിത്? എന്റെ ദൈവമേ, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ആണാ? പക്ഷെ നിങ്ങളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെന്റെ കരള്. അയ്യോ, ആളുമായിട്ടാണല്ലോ എപ്പോഴും നടക്കാറ്. ഞാൻ പുറത്തിറങ്ങണേ എന്റെ ചങ്ങും കരള്. ഞങ്ങൾ രണ്ടുപേരും കൂടി അത്ര കൂട്ടാണ്. എന്നിട്ട് അയാളെവിടെ? അതെ, അവൻ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അവൻ അമ്പലത്തിൽ പോയേക്കോ. നിങ്ങളെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളല്ലേ അമ്പലത്തിൽ പോകണം? അതല്ലേ പറഞ്ഞ ഞങ്ങൾ ചങ്ങും കരള് വന്ന്. എന്റെ ബർത്ത്ഡേക്ക് അവൻ അമ്പലത്തിൽ പോകും, അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ അമ്പലത്തിൽ പോകും. അത്രക്ക് സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അവനില്ലാതെ എനിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ആണോ? അപ്പൊ ഈ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ ഒരു ബർത്ത്ഡേ, എന്റെ അല്ല എന്റെ വൈഫിന്റെ ബർത്ത്ഡേ. ആണോ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വൈഫിന്റെ അടുത്ത് വിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ വൈഫ് എന്നെ കണ്ട ഉടനെ മുറിയിൽ ഓടി ഇറങ്ങി വന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നേ ഉള്ളൂ. എടാ മനുഷ്യ, നോക്കിക്കോ, എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നെ വിഷ് ചെയ്തില്ലല്ലേ, നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്ക്. പിറ്റേ ദിവസം കണ്ടാ ഭാര്യ? ഇല്ല. അതിന്റെ പിറ്റേ ദിവസം കണ്ട? അതിന്റെ പിറ്റേ ദിവസം കണ്ടില്ല. പിന്നെ എന്നാ കണ്ടത്? ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന് കണ്ണു തുറന്നപ്പോ വൈഫ് ഫ്രണ്ടിൽ കിടക്കണം.
ഹോസ്പിറ്റലിൽ എന്തിനു പോയതാ? ഹേയ്, മറ്റേ ഡയലോഗും പറഞ്ഞു ചൊരവയ്ക്കല്ലേ അടിച്ചത്. ആ ബോധം പോയി കിടന്നാളാ. ബോധം പോയി കിടന്നതാണ്. അത് ഭാര്യമാരി. ഇതിപ്പോ എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഒന്നോണ്ടല്ല, ഞാൻ ശ്വാസം വിടണമെങ്കിൽ ആ ശ്വാസം വലിച്ചെടുക്കും. അത്ര ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. അത് ശരി. അപ്പൊ അവനൊരു സോഡ കുടിച്ചാണ്ടല്ല, ഞാൻ ഞാൻ വിടും. അത്രയ്ക്കും എന്ത് പറ്റി? സീർത്ത് വലിച്ചിട്ടാ. ആര്? അതിന് നിങ്ങൾ സിഗരറ്റ് വലിച്ചു? ഞാനല്ല, അവൻ എവിടെ നിന്ന് വലിക്കണ്ടാവും. അവൻ വലിച്ച ഞാൻ ചുമക്കും. ഞങ്ങളുടെ ബന്ധം അതാണ്. അത്രയ്ക്ക് ബന്ധമാണ്. അതെ അതെ. പക്ഷെ അവിടെ തീ പിടിച്ചല്ലോ, ഇവിടെ എന്താ അണയ്ക്കാത്തത്? അയാളുടെ മുണ്ട് തീ പിടിച്ച്. അയാളുടെ മുണ്ട് തീ പിടിച്ച്, ഇതെന്താ അണയാത്തത്? അവിടെ തീ കത്തിയിട്ടുണ്ടാവില്ല. കത്തിയെങ്കിൽ ഇവിടെ കത്തിയത്. ഇവിടെ കത്തണ്ടല്ലോ, അവിടെയല്ലേ കത്തിയത്. അവിടെ കത്തി ഇവിടെ കത്തിയത്. ഇവിടെ അണയ്ക്കണം. അല്ല ഇവിടെ അണയ്ക്കടാ. അല്ല അല്ല അതല്ല ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, തീയുടെ അടുത്ത് പോകൂല. എങ്ങനെ കത്തണത്? അതൊക്കെ അല്ല, നിങ്ങൾ വേറെ ജോലിക്കൊന്നും ജോലി ഞങ്ങൾ എം എ വരെ പഠിച്ചാൻ. എം എ വരെ പഠിച്ചിട്ട് ഞാനും എം എ വരെ പഠിച്ചു, അവനും എം എ വരെ പഠിച്ചു. അത് ജോലിക്കൊന്നും പോകണില്ല. അതെ, ഞങ്ങൾക്ക് ഒരു മനസ്സായിട്ട് ചെയ്യാനുള്ള ജോലി ഇല്ല ഇവിടെ. ശരിയാ. കാര്യം ഇവർ അത്രയും ചങ്കും കരലായിട്ടിരിക്കുമ്പോ ഒരു ജോലിക്ക് അല്ലേ, ഒരേ മനസ്സോടുകൂടി ചെയ്യണം നമ്മൾ ജോലി. അപ്പൊ പിന്നെ ജോലിക്ക് പോകാതെ എങ്ങനെ ജീവിക്കാം? ഞങ്ങൾ പണിക്ക് പോകുന്നുണ്ട്, വേറെ പണിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു മനസ്സായിട്ട് ചെയ്യാൻ പറ്റിയ പണി ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ രണ്ടുപേർക്ക് ഒരേ മനസ്സോടുകൂടി ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഏത് പണിയാ? അത് ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളിപ്പോ അതാ ചെയ്യണത്. ഏതാ? ഈ അറക്കമില്ല തടി ഇറക്കണല്ലേ, വാളിന്റെ അപ്പുറം ഇപ്പുറം പിടിച്ച് ഒരേ മനസ്സായിട്ട് ഞങ്ങൾ വലിച്ചറക്കണം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത്. സമ്മതിച്ചിങ്ങളെ. പിന്നെ ഞങ്ങൾ വിദേശത്ത് പോകാൻ അതെ, ഗൾഫിൽ എന്തോ പോണെന്നൊക്കെ ഖട്ടർ മറ്റേ മണരാരണ്യൊക്കെ ഉള്ള സ്ഥലമില്ല, ഒട്ടകമൊക്കെ ഉള്ള. അയ്യോ, അത് ഖട്ടറല്ല, ഖത്തർ. അത് തന്നെ, അവിടെ അത് കിട്ടിയതാ ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളെ പോണേന്റെ തലേ ദിവസം ഒരു സംഭവം ഉണ്ടായത്, കാരണം പോകണ്ടെന്ന് വെച്ചു. എത്ര രൂപയായിരുന്നു സാലറി? 3,50,000 ഇരിക്കും രണ്ടുപേർക്കും. അവനും അത് തന്നെ സെയിം. എന്നിട്ട് ഏതുവരെ പോയി? പോയില്ല, തലേ ദിവസം വേണ്ടാന്ന് വെച്ചു. അതെന്തേ? 2 പാസ്പോർട്ട് വേണം. അതുകൊണ്ട് രണ്ടുപേർക്ക് 2 പാസ്പോർട്ട് വേണം. പക്ഷെ ഞങ്ങൾ ഒറ്റ പാസ്പോർട്ടിലേ പോയി. ഞങ്ങൾ ഒരു മനസ്സാ ചങ്കും കരലുവാ. അത് ശരി. അതുകൊണ്ട് പോയില്ലെന്ന് വെച്ചു. അവിടത്തേക്ക് റെഫറിയുടെ ഒക്കെ ചാഡ്യം ഉണ്ടല്ലോ, ഭയങ്കരമാണ്. റെഫറിയാ? ഈ തലയിലൊക്കെ ഇങ്ങനെ പറയണ റെഫറി. അയ്യോ, റെഫറി അല്ല, അറബി. അത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഇവിടെ അധികം നേരം നിൽക്കണ്ട. അവൻ വന്ന് ചിലപ്പോ ഇയാളെ അവന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവന് ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ പോയാൽ നല്ല കാര്യം. എന്തായാലും വരും. ശരി, ആൾ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാൻ വിളിക്കാം. ഓക്കെ കേട്ടാ. അവന് ഇഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെടുവാന്നല്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശരി, എന്നാലും ഞാനിവിടെ ഇരിക്കാം. ഭയങ്കര തിരക്കായിരുന്നു. നിന്റെ കാലിലാരും ചവിട്ടിയാ? ഇല്ലില്ല. അല്ല, ചവിട്ടിയാന്ന് ഞാൻ കറിഞ്ഞാൽ ഇവിടെ. നിനക്ക് എത്ര പേന ഉണ്ടാവും? നിനക്ക് വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി കഴിച്ച് ശനപ്രദർശനം ചെയ്താ. നിനക്ക് എന്താ പറ്റിയ? വല്ല ക്ഷീണം ഉണ്ടാ? ഭയങ്കര വെയിലായിരുന്നു അവിടെ ക്യൂ നിന്നിട്ടേ. ഇപ്പൊ ഭയങ്കര തലവേദനയുണ്ട്. പനിയുണ്ടോ നിനക്ക്? പനിയൊന്നുമില്ല. പിന്നെ എന്റെ നാക്ക് കഴിക്കുന്നു. പക്ഷെ പനിയൊന്നുമില്ല. നീ ഇവിടെ ഇരി. ഇവിടെ ഇരി. എടാ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാനേ ആ ഡോക്ടറെ തോട്ട് ഇച്ചിരി മരുന്ന് മേടിച്ചു. എന്ത് കാര്യത്തിന് ഞാനൊരു വിക്സാക്ഷൻ മേടിച്ച് കഴിച്ച്. അങ്ങനെയല്ല, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അത് പറ്റൂല. എടാ, എനിക്കൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാ? ഒരു കുഴപ്പമില്ല എനിക്ക്. നീ ധൈര്യമായിട്ടിരിക്കേ. എനിക്ക് അങ്ങോട്ട് പറ്റണില്ല, ഭയങ്കര. അങ്ങനത്തെ വിഷയങ്ങളൊന്നും കേട്ടാ. ഹലോ ഹലോ. തട്ടാതെ മുട്ടാതെ നിൽക്ക് നീ. ഇല്ലെന്ന് ഞാനോട്. അല്ലെ, ഗൾഫിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ വന്നാ പിന്നെ 2 ആഴ്ചയല്ലേ വന്നിട്ട്? നീ എന്താ പോണേ? തിരിച്ചു പോകണില്ല. പോണ്ട. നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ പുതിയ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ് തുടങ്ങി? ഹെൽപ്പ് ലൈൻ. ഹെൽപ്പ് ലൈൻ ആൾക്കാരെ സഹായിക്കുക. അതായത് ഇപ്പൊ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെയുള്ള ഓരോ ബില്ലുകൾ അടക്കാൻ വേണ്ടി പോയല്ലേ. ഇതൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. എന്റെ കൊണ്ടൊന്നും തരിക, ഞാൻ കൊണ്ട് അടക്കും. ഹെൽപ്പ് ലൈൻ. ഈ ഹെൽപ്പ് ലൈനിന്റെ ഓഫീസ് എവിടെ? പൈപ്പ് ലൈൻ. ആണോ? പിന്നെ അപ്പൊ എന്തായാലും ബില്ലുകൾ അടക്കുക? ബില്ലുകൾ അടക്കുക. അതിന് ആഡൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ആട്. പൈപ്പ് ലൈനിൽ ഇതാ ഒരു ഹെൽപ്പ് ലൈൻ ആഡ്. ആടിന്റെ കച്ചവടം. ആടിന്റെ കച്ചവടമല്ല, പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ലുകളൊക്കെ കൊണ്ട് അടക്കുക, എല്ലാവരും സഹായിക്കുക. കറണ്ട് ബില്ല്, ഫോൺ ബില്ല് എല്ലാം എല്ലാ ബില്ലും അടക്കും. സഹായിക്കും. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇച്ചിരി ബില്ല് അടക്കാണ്ടായിരുന്നു, അടച്ചു കേട്ടോ. ഓക്കെ, കണ്ടത് കാര്യമായി. 8,000 രൂപയുടെ ബില്ലുണ്ട്. കറക്റ്റ്. ഓക്കെ, 8,000 രൂപയ്ക്ക് തന്നേര്. അല്ല, സഹായിക്കണവരാരെങ്കിലും പൈസ ചോദിക്കുമോ? അങ്ങനെ പൈസ നിങ്ങൾ തന്നെ, ഞാൻ കൊണ്ടേ അടക്കും. അതിന് ചെറിയ കമ്മീഷൻ എനിക്ക്. അയ്യോ, അങ്ങനെ ഹെൽപ്പ് ലൈൻ ആണ്. അങ്ങനെ ഹെൽപ്പ് ലൈനാ. ഈ ബില്ല് കഴിച്ചോ. എന്നാ പൈസ കൂടി. ഇതെന്താണ്? ഒരു പാക്കറ്റ് സിഗരറ്റ് പെട്ടി കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ നിങ്ങളുടെ ബാക്കി 1 രൂപ അതെടുത്തോ, വേണമെങ്കിൽ കമ്മീഷൻ എടുത്തോ. അയ്യടാ, ഈ കമ്മീഷൻ ആർക്ക് വേണം? പിന്നെ താനം തൊട്ട് ഹെൽപ്പ് ലൈൻ എന്നാണ് പറഞ്ഞത്. വേറെ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത് പോയാ ഞാൻ അവന് പരിക്കുന്നുണ്ട്. കണ്ടത് നന്നായി. എന്താണ്? പെങ്ങടെ കല്യാണാണേ. അപ്പൊ നിന്റെ വീട്ടിൽ പോയിരുന്നേ. എന്റെ പെങ്ങടെ കല്യാണോ? നിന്റെ അല്ല, എന്റെ പെങ്ങടെ കല്യാണം. അപ്പൊ നിന്റെ വീട്ടിൽ പോയിരുന്നേ. അതെന്തിനാണ് എന്റെ വീട്ടിൽ വെച്ച് നടത്തണത്? കല്യാണം വിളിക്കാനായിട്ട് പോയിരുന്നെന്ന്. കല്യാണം വിളിക്കാനായിട്ടാ? അപ്പൊ നീ എന്തായാലും തലേ ദിവസം കല്യാണത്തിന് വരണം. പിന്നെ എന്റെ കല്യാണത്തിന് വന്ന പോലെ വരരുത്. എന്താണ്? എന്റെ കല്യാണത്തിന് നീ തലേ ദിവസം വന്ന് സ്ക്വാഷ് കലക്കി, പിറ്റേ ദിവസം നീ എന്റെ കല്യാണം കലക്കി. കലക്കി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കലക്കി നീ ഒരു കൂട്ടുകാരനായിട്ട് വന്ന് അവൻ കലവറയെന്ന് കൈയിട്ട് ചോറ് വാരി തിന്ന് ഒരു ബക്കറ്റ് പാൽപ്പായസം കൊണ്ടുപോയിട്ട് ബക്കറ്റ് പോലും കിട്ടിയിട്ട് അറിയാവോ നിനക്ക്? പായസം എടുത്തായിരുന്ന?
പാൽപ്പായസം എന്റെ വീക്ക്നെസ് അല്ലേ മിണ്ടല്ലേ. അത് കുഴപ്പമൊന്നുമില്ല, നിന്നൊന്നും പറയില്ല, ഞാനല്ലേ ഇവിടെ അതെ കിടക്കുന്നത്. ബക്കറ്റിന്റെ കാശ് കലവറക്കാരനെ കൊടുത്തിട്ട് പിറ്റേന്ന് ഞാൻ കൈയൊഴിഞ്ഞ് അറിയാവാ. അതുപോലെ വരരുത്, നീ തലേ ദിവസം വരണം. ഞാൻ വരില്ല, ഇവനെയും കൂടി വിളിച്ചാൽ ഞാൻ വരാം. ഇവിടെ പരിചയമില്ലാത്തവർ ഞാൻ എങ്ങനെ കല്യാണം വിളിക്കണം? നിന്റെ പെങ്ങളെ കെട്ടാൻ പോണവനെ നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. അവന് നീ പെങ്ങളെ കൊടുക്കണല്ലേ? ഇവന് പെങ്ങളെയൊന്നും കൊടുക്കണ്ട, കല്യാണം വിളിച്ചാൽ മതി. എന്നാലും ശരിയല്ല, പരിചയമില്ലാത്ത പുള്ളിനെ ഞാൻ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൻ തീറ്റയാണെന്ന് പറഞ്ഞ് ഉളുപ്പില്ല വന്നിരുത് കല്യാണത്തിന് വരുമോ? വരികയില്ല, ആരും വരികയില്ല. എനിക്ക് അങ്ങനത്തെ നാണക്കേടൊന്നുമില്ല. ഇവനെ വിളിച്ചാൽ ഞാൻ വന്ന് ഞാൻ നോളാം. അവൻ വരും, അവൻ ഏതാണ് ഇവൻ? ഏതാണ് എന്റെ നീ ഗൾഫിലാണ്ട് അറിയാന്നിട്ടാ, ഞങ്ങൾ ചങ്കുങ്കറിലാണ്. ആണാ? അപ്പൊ എന്തായാലും സുഹൃത്തെ, 13-ാം തീയതി എന്റെ പെങ്ങളുടെ കല്യാണമാണ്. തീർച്ചയായിട്ടും ഇവനെ പറഞ്ഞു വിട്ടേക്കണം, നീ വരണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നീ 13-ാം തീയതി എത്തണം. അല്ലേ നിനക്ക് വിഷമായ സുരേട്ടോ? എന്തൊക്കെയാണ് കേട്ടല്ലോ കല്യാണം വിളിച്ചത്? 13-ാം തീയതി പെങ്ങളുടെ കല്യാണമാ. ഓക്കെ, അറിഞ്ഞു. ഉറപ്പായിട്ടും വരും. വരണം. വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സുരായിട്ടാൻ വന്ന ഒരുപാട് ആളുകൾ കല്യാണത്തിന് വരും. ഭയങ്കര സന്തോഷമാകും എനിക്ക്. അതുകൊണ്ട് പറയണ്, വരരുത്. ചെലവ് കുറച്ച് ചെയ്യണ കല്യാണാണ്. എല്ലാരും കൂടെ വാരി വലിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചെലവാകും, അറിയാവാ. പിന്നെ തീറ്റയെന്ന് കേട്ടാൽ ഒരു ഉളുപ്പില്ലാതെ വലിഞ്ഞു കയറി വന്നവനാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു മീൻകറി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഏരിയ കണ്ടുപോകരുത് കേട്ടാ. പറഞ്ഞു മനസ്സിലായില്ല? പിന്നെ എല്ലാവരും കല്യാണം. നിനക്ക് വിഷമായോ അവൻ പറഞ്ഞിട്ട്? എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തില്ല. എന്നെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ അത് എന്നെ ഇൻസൾട്ട് ചെയ്യണ പോലെ. ഇപ്പൊ ഞാൻ ബക്കറ്റ് കള്ളനായില്ലേ? ഞാനല്ലേ ബക്കറ്റ്? എന്നാലും നീ എടുത്താ ഞാൻ എടുത്തെന്നുള്ളതാണത്. ആണോ? നമ്മുടെ കല്യാണം കുടിക്കണ്ട നമുക്ക്. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ ചേട്ടാ, ആ ബക്കറ്റ് മേടിച്ചിട്ടും വന്നു കഴിഞ്ഞാല് നീ കല്യാണത്തിന് വരണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? ഉരുളി അടിച്ചിട്ട് പോകാൻ. ഈ കല്യാണം ഉണ്ണാതെ അവൻ കല്യാണം ഉണ്ണിയല്ല. ഞാൻ ശരിയാക്കി തരാം. ഹലോ ഹലോ വന്നേ. ഹലോ വാ. എന്താണ്? നീ രാവിലെ വീട്ടിലുണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഒരാഴ്ചയായിട്ട് കല്യാണം വിളിക്കാൻ ഓടി നടക്കാം. ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നിനക്ക് ചെക്ക് ഷർട്ട് ഉണ്ടോ പച്ച? ഇല്ല, എന്റെ കൂട്ടുകാരൻ ബാബുവിന്റെ ചെക്ക് ഷർട്ട്. ആണാ? ആ ശരിടാ. എന്താടാ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ പോരുമ്പോഴത്തേക്ക് നിന്റെ ഭാര്യ ഇറയത്തിരിക്കണം, നിന്റെ ഭാര്യയുടെ മടി തല വെച്ചൊരു പച്ച ചെക്ക് ഷർട്ട് കിടക്കണം, നിന്റെ ഭാര്യ കുറുക്ക് കോരി കൊടുക്കണം. നീ എന്ത് വർത്താനാണ് ഈ പറയണ? എന്റെ കൂട്ടുകാരൻ ബാബു എന്റെ ഭാര്യയുടെ വഴി തല വെച്ച് കിടക്കണം നീ കണ്ടെന്നാ? നിനക്ക് പച്ച ചെക്ക് ഷർട്ട് ഇല്ല, ഇല്ല. കൂട്ടുകാരൻ ബാബുവിന്റെ ആണ്. അപ്പൊ പിന്നെ അവനായിരിക്കുള്ളൂ. നീ കണ്ടെന്നുള്ള ഉറപ്പാണ്? ഉറപ്പാണ്. എങ്കിൽ ബാബു ഞാൻ ഒരാളെ ജീവിച്ചിരിക്കുള്ളൂ. കല്യാണമൊക്കെ അത് കഴിഞ്ഞില്ല. എന്റെ ഭാവി ഞാൻ ആദ്യം നോക്കട്ടെ. കാണിച്ചു തരാം. നിനക്ക് സന്തോഷമായ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് നീ. അതേന്ന് അല്ലാണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ടില്ല. അവൻ അങ്ങനെ കല്യാണം കൂടണ്ട നിന്നെ കുടിക്കാതെ. അത് സമ്മതിക്കണോട്ടോ. നീ അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക്. നീ എന്ത് മനുഷ്യനാണ്? എന്താണ് നീ എന്താ പറഞ്ഞ? എന്റെ കൂട്ടുകാരൻ ബാബു എന്റെ ഭാര്യയുടെ വഴി തല വെച്ച് കിടക്കണം നീ കണ്ടതല്ലേ? ഞാൻ കണ്ടു. ഞാൻ പോയി നോക്കി. അത് ബാബു ഒന്നുമല്ല, എനിക്ക് പോലും പരിചയമില്ലാത്ത ഒരുത്തൻ. എന്നിട്ട് നീ ചോദിച്ചില്ലേ? പരിചയമില്ലാത്തവരോട് നമ്മളെന്തിനാ സംസാരിക്കണം? ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്ക് കല്യാണം വിളിക്കാൻ ഒരുപാടുണ്ട്. പോട്ടെ, പിന്നെ കാണാം. അവന്റെ കല്യാണത്തിന് പോവാതിരിക്കണ നല്ലത്. അതാണ് നല്ലത്. നമ്മളും മോശമായി പോകും. നമ്മളും മോശക്കാരായി. നിനക്ക് വിളറണ്ടല്ലോ ഇവിടെ ഇരുന്ന്. എടാ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാനേ കാശ് എവിടെയോ ഒരു മിന്നായം പോലെ കണ്ട പോലെ. അല്ല, എന്റെ കുറെ കാശ് പോയിട്ടുണ്ട്. കാശ് കുറച്ച് പോയിട്ടുണ്ട് എന്റെ. എടാ, ചേട്ടന്റെ കാശ് എവിടെ എന്നെ എന്തുവേണം പറഞ്ഞു? അവന്റെ ചൂടായിട്ടുണ്ടെങ്കില്ല 25,000 രൂപ 6 മാസം മുമ്പ് മേടിച്ചത്. എന്നെ എന്തുവേണം പറഞ്ഞു? അവനോട് വേണ്ടി പോരുത്. ഈ ചിരിക്കണ്ട. ഇത് കഴിഞ്ഞ് അങ്ങോട്ടാ വന്നത്. ആ പൈസ എടുത്ത് വെച്ചേട്ടാ. പൈസ ഇപ്പൊ തരുമെന്ന് പറയണ. 25,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിട്ടുണ്ടോ? നിനക്ക് പാന്റ് മഞ്ഞ പാന്റ് മേടിക്കാനായിട്ട് തകർത്തോ നീ? ഞാൻ ഇയാൾ ഒതുക്കണ കാര്യമല്ലേ? എനിക്ക് എത്ര എനിക്ക് പൈസ തരാം? കിട്ടും. എനിക്ക് 25,000 രൂപ കിട്ടാണ്. 25,000 കിട്ടണം. എടാ, എന്റെ സ്വഭാവം നിനക്കറിയാമോ? പലിശക്ക് പൈസ കൊടുത്താൽ കൃത്യമായിട്ട് മേടിക്കാൻ അറിയാം. ഇതായിരിക്കണം പുള്ളിയില്ലേ, സുരാജ്. പുള്ളി സിനിമയിൽ കയറും മുമ്പ് ഓർക്കണ്ടല്ലോ, എന്റെ ഇത് 50,000 രൂപ മേടിച്ചിട്ടുണ്ട്. 50,000 രൂപ. ഞാൻ പുള്ളിയോട് ചോദിച്ചു എപ്പ തരുമെന്ന് ചോദിച്ചോ. പുള്ളി പറഞ്ഞു നാളെ തരാന്ന് പറഞ്ഞു. എടാ, ആണുങ്ങളെ കണ്ടുപഠിക്കണം. പുള്ളി ഇതുവരെ വാക്കിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല, തെറ്റിച്ചിട്ടില്ല. പൈസ തന്നാ? പൈസ തന്നില്ല. ഞാൻ പുള്ളിയുടെ എപ്പോ ചോദിക്കുമ്പോഴും നാളെ തരാം, നാളെ തരാം, നാളെ തരാം. ആ വാക്ക് പുള്ളി തെറ്റിച്ചിട്ടില്ല. അതാണ് ആണുങ്ങൾ അല്ലേ? ഇപ്പൊ ഇവൻ എത്ര രൂപ വരാണ്ട്? എനിക്ക് 25,000 രൂപ. 25,000 രൂപ വരാണ്ട്. 25,000 രൂപ തരാനുള്ള കാശ് ഞാൻ തരാം. കണക്ക് പറഞ്ഞേ. 25,000 എത്ര മാസം പലിശ? ഒരു 6 മാസത്തെ പലിശ. 6 മാസം പലിശ എത്ര വരും? 5,000 രൂപ. 5,000 രൂപ. അപ്പൊ 25,000 6 മാസം പലിശ 5,000 രൂപ. അപ്പൊ നമ്മൾ 25,000 5,000 കൊണ്ട് കുറക്കണം. കുറച്ചു. കുറച്ച് കഴിയുമ്പോ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 20,000 രൂപ. 20,000 രൂപ. ഈ 20,000 6 മാസം പലിശ എത്ര? 6 മാസത്തെ പലിശ വീണ്ടും 5,000 കൂടി വരും. 5,000 കൂടി. ഭയങ്കര പലിശ. അപ്പൊ ഈ 20,000 ബാക്കി 5,000 രൂപ. 5,000 രൂപ. അത് നമ്മൾ 20,000 കുറക്കുന്നു. പലിശ അല്ല, അത് കുറച്ച് മാറ്റി ബാക്കി 15,000. ബാക്കി 15,000. ഈ 15,000 ബാക്കി എത്ര പലിശ വരും? 15,000 എന്നെ പറ്റിക്കണ്ട മോനെ. പലിശ ഞാൻ കൂട്ടും. പലിശ ഞാൻ കൂട്ടും. 15,000 5,000. 5,000. അപ്പൊ 10,000 രൂപ. 10,000 രൂപ. 10,000 രൂപ വന്നേ. ഇപ്പൊ 10,000 രൂപ എനിക്ക് തന്നെ. ആ 10,000 ഈ 6 മാസം പലിശ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പറ. വീണ്ടും ഒരു
6,000 രൂപ തന്നെ. 6,000 രൂപ. 6,000 രൂപ. അപ്പൊ ഈ 10,000 നമ്മൾ 6,000 രൂപ കുറച്ച് 6,000 രൂപ. കുറച്ച് ബാക്കി എത്രയുണ്ട്? ബാക്കി 4,000 രൂപ. 4,000 രൂപ. ഈ 4,000 രൂപയ്ക്ക് ഈ 6 മാസത്തെ പലിശ എത്രയുണ്ട്? അത് കണക്കൂട്ട് 6,000, 2,000 രൂപ. 2,000 രൂപ. ഈ 2,000 രൂപ 4,000 രൂപ 2,000 നമ്മൾ അങ്ങനെ കുറച്ചു. എന്നെ പറ്റിക്കല്ലോ മോനെ, കൂട്ടുപലിശ ഉണ്ട്. അതെത്രയാണ്? 1,000 രൂപ. അപ്പൊ ബാക്കി 2,000 ഈ 1,000 കൂടി പോയി കഴിഞ്ഞാലോ? 1,000 കൂടി പോയി കഴിഞ്ഞാൽ 1,000 രൂപ. 1,000 രൂപ. അപ്പൊ അതുമേലെ പലിശ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാലോ? അപ്പോ 750 രൂപ. 750 രൂപ. അത്രേ കാര്യമുള്ളൂ. 750 ആണ്. ഇതാ ആ 1000 ഉണ്ട്. ബാക്കി 250 കൂടെ തരും. ബാക്കി 250 അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ തന്നായി. ഇല്ല കണക്കായിരിക്കും മോനെ, എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. 250 അല്ലേ? ആ എന്നാ ശരിയായില്ലേ? ശരിയായി. കണക്ക് കറക്റ്റ് ആ ആയി. നീ സത്യസന്ധനാടാ. ആ പൈസ വല്ലതും വേണം. ഒരു 25,000 രൂപ പറയണ്ട, പക്ഷേ 6 മാസത്തിന് ചന്ത അത് ഞാൻ തന്നിരിക്കും. ഇതുപോലെ പലിശ കൂട്ടിയാൽ അങ്ങോട്ട് തരും. പിടിച്ചോ ആ നോക്കട്ടെ. കൃത്യം 25,000 രൂപ. 25,000 ഉണ്ടല്ലോ. ചെല്ലി. അല്ല ഞാൻ ഈ 15,000 അവിടെ വെച്ചൊരു ഇത് പറഞ്ഞില്ലായിരുന്നു? അവിടെ അല്ലേ നമ്മൾ 5,000 വെട്ടി അങ്ങോട്ട് കുറച്ചത്. ഓ അങ്ങനെ പറ്റിക്കാന്ന് നോക്കണ്ട. അല്ലേ അല്ലേ? പൈസ വല്ലതും വേണോ? വേണ്ട. വേണ്ടല്ലേ? ഈ പൈസക്ക് നീ പാന്റ് ഷർട്ട് കൊടുത്തു. ഡാ, എന്താ നീ എന്താ ഈ അതാ കൂട്ടുപലിശയാണ് ഇതിനെ ടേക്കണെന്ന് പേരക്കണത്. ചെല്ല് ആണല്ലേ? ചെല്ല്. അപ്പൊ എനിക്ക് ലാഭമുണ്ട്. ഓ 1,700 രൂപ ഭയങ്കര ലാഭോ. ഇതുകൊണ്ട് എനിക്കൊരു മഞ്ഞ പാന്റും മഞ്ഞ ഷർട്ടും കൊടുക്കാൻ. ഒരു മഞ്ഞ ഫോണും മേടിച്ചോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സന്തോഷം. അപ്പൊ ഒരു മഞ്ഞ ഫോൺ മേടിക്കാല്ലേ? മഞ്ഞ ഫോൺ മേടിച്ചോ. നീ ഫുള്ള് മഞ്ഞ കളറിൽ വന്ന് നിൽക്കണം. കേട്ടാ? എടാ നിന്റെ ലൈനല്ലേ വന്നത്? എന്താ പുള്ളി ഇവിടെ വന്നേക്കണ? ചേട്ടാ വാ. എന്താണ്? അയ്യോ ചേട്ടാ, ചേട്ടനല്ല, ഞാൻ ഈ ചേട്ടനെ വിളിച്ച് ഒന്ന് പോവാവോ? ഓക്കെ ഓക്കെ. ചേട്ടാ ഇങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് പോണേ. എന്താന്ന്? ദേ ഈ മനുഷ്യൻ വീണ്ടും വന്നേക്കുന്നു. ചേട്ടാ ചേട്ടൻ പൊക്കോ, ചേട്ടനെ അല്ല, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ പോണോ അല്ലേ? അതെ, ഒന്ന് ഒഴിവായി തരുമോ? ഓക്കെ. ഞാൻ ഒഴിവാവാം. ചേട്ടാ ഒന്ന് വന്നേന്ന്. എന്താന്ന് കാര്യം പറഞ്ഞു? ശ്ശേ, ഈ മനുഷ്യൻ എന്തിനാ, ഒന്ന് ഒഴിഞ്ഞു തരുമോ പ്ലീസ്? എടി അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരും, എന്നെ വിളിച്ചാൽ അവൻ വരും. ഞങ്ങൾ അങ്ങനെ ചങ്കും കരലുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. ചേട്ടാ ഞാൻ പറയണ ഒന്ന് കേക്ക്. ആ. ഞാൻ എത്ര കത്ത് എഴുതി, ചേട്ടൻ ഒരെണ്ണത്തിനെങ്കിലും മറുപടി തന്നോ? ആ എഴുതിയത് വായിക്കാൻ അറിയാൻ പാടില്ല, പിന്നീട് മറുപടി എഴുതാൻ പോണത്. നീ കാര്യം പറ. ചേട്ടാ എന്റെ വീട്ടില് കല്യാണം ഉറപ്പിച്ചു. നിന്റെ കല്യാണോ? ആ അതെ. ഞാനറിയാം നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നാ. ആ ഉറപ്പിച്ചു. എടി നീ എനിക്ക് വാക്കന്നല്ലെങ്കിൽ എന്നെ കെട്ടോളുന്നു. ആ അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന്. ഇറങ്ങിപ്പോന്നാ? ആ പോന്നു. നമുക്ക് എവിടെങ്കിലും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാം. ഞാൻ റെഡി. പോവാം. പിന്നെ വാടാ, വാ പോടാ വാ. എങ്ങിട്ട്? ഒളിച്ചോടി പോണ്ടേ? ഞാനും ചേട്ടനും തമ്മിലല്ലേ സ്നേഹം? അതെ. നമ്മൾ തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പോണേ? അതേന്ന്. നമ്മളല്ലേ ഒളിച്ചോടേണ്ടത്? നമ്മൾ ഒളിച്ചോടുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കണേ? അവനില്ലാതെ ഞാൻ വരികയില്ല. ഇവനില്ലാതെ ഞാൻ പോകൂല. അശ്ശേ. ചേട്ടാ ആ. ചേട്ടന് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ വീട്ടിൽ നിന്ന് പോന്നതാ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. നമ്മൾ രണ്ടുപേരും ഒളിച്ചോടാൻ വേണ്ടിട്ടല്ലേ നീ വന്നത്? ആ. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഒളിച്ചോടി പോവാ. പോവാം. ആ വാ. വാടാ പോടാ. ഒരുപാട് നാളായി ഒളിച്ചോടി പോയിട്ട്. അതുകൊണ്ടാണ്. എന്ന് മത്തങ്ങ തലേ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത് സ്നേഹത്തിന്റെ കാര്യാ. എനിക്ക് കണ്ടവരെ പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഞാനെന്താ 2 കെട്ട പാഞ്ചാലിയോ? പാഞ്ചാലി 5 കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ 3 പേരെ കൂടി വിളിച്ചോട്ട് ആ വിളിക്കുമ്പോഴത്തേക്ക് ഒളിച്ചോടാനാണ് നിങ്ങൾ പറഞ്ഞോ. ചെല്ലു. ഡോ, ഡോ, നിക്ക്, നിക്ക്. ചേട്ടാ എന്തോ? ഞാൻ ആ ചേട്ടനെ വിളിച്ചത്. അവനെ വിളിച്ചാൽ ഞാനെ വിളിയേക്കുള്ളൂ. ശ്ശോ. ചേട്ടാ എന്തോ ഷോ ഒന്ന് മാറിന്നേ. ചേട്ടാ കാര്യം എന്താന്ന് വെച്ചാ 8 വർഷമായിട്ട് ഞാനും ഈ ചേട്ടനും പ്രേമത്തിലാണ്. അതെനിക്കറിയാലോ. എന്റെ വീട്ടില് കല്യാണം ഉറപ്പിച്ചു. ഉവ്വ. എനിക്കിപ്പോ ചേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാനും ചേട്ടനും പോവാ. അത് പോവാന്ന് ഞാൻ പറഞ്ഞല്ല. അല്ല പോവാന്ന്. വാടാ പോടാ. ശ്ശേ. ദൈവമേ, ചേട്ടാ ഇത് കേക്കണില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ ഇങ്ങനെ വിശ്വസിച്ച്. ഇനിയിപ്പോ ഇയാളെ കൂടെ ഞാൻ കൂട്ടുവാണോ? അതെ അതെ, അതിപ്പോ എന്തായാലും ആ കുട്ടിയുടെ പക്ഷത്താണ് നമ്മൾ എല്ലാവരും. ആരൊക്കെ എല്ലാരും ആണോ? ഹലോ, എല്ലാവരും ആ പക്ഷത്താണ്. നിങ്ങളെ ഇത്രയും 8 വർഷം നിങ്ങളെ മാന്യമായിട്ട് പ്രണയിച്ചു. നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനൊന്നും പോയില്ല. പക്ഷേ ആ കുട്ടി ഇന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു, അവൾ ഇറങ്ങി വന്നു. നിങ്ങളല്ലേ ഒളിച്ചോടി പോവേണ്ടത്? ആ ഞാൻ സമ്മതിച്ചല്ലേ ഒളിച്ചോടി പോന്ന്. നിങ്ങൾ എന്തിനാ ആളെ കൂടെ കൊണ്ടുപോകുന്ന? മോശമല്ലേ? അവനെന്റെ ചങ്കാണ്, ഞങ്ങൾ ചങ്കുകരലാണ്. ഇതെന്താ കാര്യമുള്ളൂ? അത് ശരിയല്ലല്ലോ. നിങ്ങൾ ആ കുട്ടിയെ വിളിച്ചോണ്ട് പോയി. 8 വർഷം. ആ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാണ്. ഇവളെന്താ പറയുക, 8 വർഷമായിട്ട് ഞാൻ ഇവിടെ പ്രേമിക്കണമെന്നാ. അതെ. ഇവന് ഞാനുള്ള സുഹൃത്ത് ബന്ധം എത്ര വർഷമായി അറിയോ? 10 വർഷം. 10 വർഷവും 2 ആഴ്ച 3 ദിവസവും 85 സെക്കൻഡ് പറഞ്ഞില്ല. അത് വിട്ടുപോയി. 85 സെക്കൻഡും. ആ അപ്പൊ അത്ര വർഷം ഇതുള്ള ഞാൻ ഇവന്റെ കൂടെ പോണേ, ഇവന്റെ കൂടെ പോണ. അത് പറ. അയ്യേ, അതുപോലാണോ ഞാൻ? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ഞാൻ ഇവിടെ നിക്കണോ പോണോ? ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നല്ലോ. ആ. എന്തായാലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അന്ന് വാ പോവാം. പാടാ പോടാ. ഞാൻ ചോദിക്കുക അവസാനായിട്ട്, നിങ്ങൾ എന്നോട് ഒളിച്ചോടാൻ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നുണ്ട്. വിളിച്ചോണ്ട് പോടാ, വിളിച്ചോണ്ട് പോടാ. അതാണ് വിളിച്ചോണ്ട് പോകണം. ആളെവിടെ നിർത്തിയിട്ട് പോവാൻ? ഇവനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ പോണത്? ആ പിന്നെ അല്ലാതെ പോവില്ല, അങ്ങോട്ട് പോവും. നിങ്ങൾ വെക്കൂ, നിങ്ങൾ വെക്കൂ, ഞങ്ങൾ വിടുന്നോളാം. എന്ത് മനുഷ്യനാണ്? പോടാ. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന എന്നെ പറയണം. ഇതിനൊന്നും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നീ എന്റെ കൂട്ടുകാരൻ എന്റെ ചങ്കിനെ നീ കരണത്തിട്ട് അടിച്ചാടി. ആ, അടിക്കും. എന്നിട്ട് നീ ഇവിടുന്ന് പോകുന്നത് നിനക്ക് തോന്നുന്നുണ്ടാ? പോവും. നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നീ എന്നെ കൂടി അടിക്കടി. അന്ന പിടിച്ചോ. വൃത്തികെട്ടവൻ. ഇനി പോക്കോ. എന്നെ ഭയങ്കര സങ്കടാവുമല്ലേ? പിന്നെ എന്നെ മാത്രം അടിച്ചിട്ട് പോയി നിന്നെ അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ സമം. ആ പലിശക്കാരൻ എങ്ങനെയെങ്കിലും അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കരുന്നില്ലടാ. എന്താണ്? കണക്ക് ഞാൻ എത്ര കൂട്ട് നോക്കിയിട്ടും കണക്കൊക്കുന്നില്ല. അപ്പൊ ഇവരെനിക്ക് 25,000 പ്ലസ് 25,000 50 രൂപ തരണ്ടേ? 50,000 രൂപ എനിക്ക് തരണം. കാശ് വെക്കടാ. ഞങ്ങൾ പറ്റിച്ചിട്ടില്ല. ആ? തരാൻ വേണ്ടി കാശ് എടുത്ത് വെച്ചാന്നേ. ആണോ? ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടായത്. എന്താണ്? എന്നെ പട്ടി കടിച്ച്. അയ്യോ, ഇവരാര് പട്ടിയൊക്കെ കടിച്ചു? പട്ടിയെ കടിച്ചല്ല, എന്നെ പട്ടി കടിച്ചെന്ന്. പട്ടി കടിച്ചാ നിന്നെ? ആ പട്ടി കടിച്ചപ്പോ ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ കുറെ സംഭവം. വേപ്പട്ടിയാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. ഭയങ്കര വിഷയമാണ്. അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പട്ടിയാണ് കടിച്ചത്. ഈ തെരുവിലൂടെ ആ ഓടി വന്ന് കടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. ആണോ? പിന്നെ അത് കഴിയുമ്പോ കണ്ണിനും മഞ്ഞ അങ്ങനെ എന്ത് എന്താണ് എന്താണ് സംഭവിച്ചൂടാ? വല്ല സംഭവിച്ചാ? ഒന്നുമില്ല. അതാ അത് കഴിഞ്ഞിട്ടേ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം എന്താ ഏട്ടാ? ഏയ്, എന്താണ് അല്ല മറ്റേ പലിശയുടെ കേസ് പലിശയുടെ മത്സര കഴിച്ച് നമ്മളിവിടെ വന്നില്ലേ? ഇത് 10 ദിവസം പൊക്കിളിട്ട് ഇഞ്ചക്ഷൻ എടുക്കണോ? അതങ്ങനെയാണ് ഈ വിഷയൊക്കെ ഇരിക്കാനായിട്ട്. അപ്പൊ ഈ തൊണ്ട ആ വെള്ളം ഇങ്ങനെ കിടക്കണ. എന്താന്ന് എന്താണ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കടിച്ചോളൂ. 10-15 ദിവസം വേണ്ടേ? നീ ചിരിച്ചാ മതി, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് നിന്റെ സന്തോഷം മതി. നീ ചിരിച്ചു കണ്ടാണ്ടല്ല അത്രേ ഉള്ളൂ. ഓക്കെ, നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അതെ അത്ര അതെ അതെ. ഹലോ, നമ്മള് നേരത്തെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. പറഞ്ഞ കൂട്ടുകാരൻ ഇതാണ്. എന്റെ ചങ്കത്ത് കരൾ ഇവിടെ നിൽക്കണ ചങ്കം കരൾ. ചങ്കം കേരളം ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട പുള്ളിനാ? പിന്നെ പുള്ളി സിനിമയിലൊക്കെ ഉള്ളതാണ്. അന്ന കുഴപ്പമില്ലട്ടോ, എനിക്ക് ഇഷ്ടമാണ്. അല്ല അവന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. മോത്രം ഇരിക്കുകയും ചെയ്യും. അയ്യോ വേണ്ട. എന്തോ അത്? ടെൻഷൻ വന്നിട്ട് എഫക്ട് എനിക്കാണേ. ഞാൻ വെറുതെ പറഞ്ഞാണ് ചങ്കം കരൾ എന്നിട്ട്. ഇന്നലെ നല്ല അടി അടിച്ചല്ലേ? എത്ര പേർക്ക് അടിച്ചു ഇന്നലെ? 8 എണ്ണം. രാത്രി മൊത്തം ഞങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര തൊണ്ടൊക്കെ വരണ്ടു പോലായിരുന്ന. ഇന്ന് നീ കൂട്ടി അടിച്ചോ? ഞാൻ വെള്ളം കുടിച്ചോളാം. ഇതേ ഇന്നലെ നല്ല എരിവുള്ള മീൻകറി ആയിരുന്നല്ലേ? ഒരു 12 മണി വരെ രാത്രി പട്ടി നടക്കാൻ നടക്കായിരുന്നു ഞാൻ. ഞങ്ങൾ അങ്ങനെ അവൻ എന്ത് കഴിച്ചാലും അതിന്റെ എഫക്ട് എനിക്കാണ്. ഞാൻ എന്ത് കഴിച്ചാൽ അതിന്റെ എഫക്ട്. എന്തായാലും നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പറയാം. വിശ്വാസം? എല്ലാത്തിനും വിശ്വാസമുണ്ട്. എല്ലാത്തിനും ജ്യോതിഷത്തിലൊക്കെ ഒരിക്കലും ഇല്ല. അവനെ മാത്രം ഞാൻ വിശ്വസിക്കില്ല. ജ്യോതിഷന ജ്യോതിഷല്ല, ഈ കൈരേഖാശാസ്ത്രം. അയ്യോ അത് ഭയങ്കര ഹസ്തരേഖാശാസ്ത്രം. അത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഉറപ്പാണ്. ഉറപ്പാണ്. അല്ല ചന്ദനം ഇട്ടുകൊണ്ടാണ്. പറ്റിക്കരുത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അല്പ സ്വല്പമൊക്കെ കൈ നോക്കോ? നന്നായിട്ട് നോക്കും. അത് തന്നെയായിരുന്നു നല്ല പണി. ഇവിടെ വന്ന് എന്തിനാ ഇങ്ങനെ? അല്ല ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈ ഇങ്ങെടുത്തോളൂ. ഒരു കൈ നോക്കാം. രണ്ട് ഒന്നിച്ചോ നോക്കുമ്പോ രണ്ട് പിടിക്കണം. അതല്ലേ ഞങ്ങള് അത് ഏയ് കള്ളവരല്ലെന്ന് നമ്മുടെ ആ നടുക്കത്തെ തന്നെ പിടി. അവനെ പിടിച്ചേക്കണ അവിടെ തന്നെ പിടി. ഓക്കെ, അത് പിടി. അവന്റെ വിരലിൽ ചെക്കല്ലേ എനിക്ക് വേദനിക്കുന്നത്. ഓ ഇവിടെ ചെക്കിയ ഇവിടെ അതത്രേ ഉള്ളൂ. ശരി. ഇത് സംഭവം ഇപ്പൊ ജാതകം ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താ പേര്? പേര് ബാബു. ഞാൻ ഇയാളുടെ പേരാ ചോദിച്ചു. അല്ല അവനോട് ചോദിച്ചാൽ ഞാനാ പറയുള്ളൂ. ഓ അങ്ങനെയാണ്. താങ്കളുടെ പേര്? ധനഞ്ജയൻ. ധനഞ്ജയൻ. അവനെ പറയില്ല. അങ്ങനെയാണ് ഞങ്ങള്. അങ്ങനെ മാറ്റമാണ്. ഒരു ഇതുമില്ല. പക്ഷെ മാറാത്തത് കൈരേഖയാണ്. കൈരേഖ എന്തായാലും കള്ളം പറയില്ല. എന്ത് കള്ളം പറഞ്ഞാലും ഞങ്ങളുടെ ഈ ആത്മബന്ധത്തെ കുറിച്ച് ഇതിലുണ്ടാവുമല്ലോ. ചങ്ക് കള്ളം തന്നെയാണ്. ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ ചാവും അത്ര. ഞങ്ങള് ശരി, കൈരേഖ പറയുന്നത് നിങ്ങളിൽ ഒരാളെ കൊല്ലുമെന്ന. ഒരിക്കലും ഇന്നതുവരെ ഈ ഹസ്തരേഖാശാസ്ത്രം കള്ളം പറഞ്ഞിട്ടില്ല. അതാ എൻ്റെ കയ്യിൽ നോക്കൂ. എനിക്ക് ഇതാ ഇത്രയും പദവികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കറക്റ്റ് എനിക്ക് കിട്ടി.
അതുകൊണ്ട് ചങ്കങ്കറിലാണെങ്കിൽ ഇതിങ്ങനെയാണ്. ഞാൻ ഒന്ന് പോക്കോട്ടെ. ആര് ആരെ കൊല്ലു? ആരാരെ കൊല്ലൂന്നില്ല, ഒരാളെ കൊല്ലും. അങ്ങനെയാണ് അത്. ഹസ്തരേഖാശാസ്ത്രം പറയുന്നതാണ്. വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കാൻ. പിന്നെ പുള്ളി വെറുതെ. നമ്മൾ ഈ ഇതുപോലെ ഇത്രയും ഒട്ടി ഒരു മനസ്സായിട്ട് നിൽക്കുമ്പോ നമ്മൾ ഒരാളെ കൊല്ലൂന്ന് അയാൾക്ക് വട്ടാണ്, അയാളൊന്നും വിശ്വസിക്കാതെ. ഞാനതേ ഇത് പറഞ്ഞു കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലായ്മ. പിന്നല്ലാതെ പിന്നെ നമ്മൾ തമ്മിലാകുമ്പോഴത്തേക്കായിട്ട് പ്രശ്നമില്ല. ആ എന്താടാ എന്ത് ഇതാ അടിച്ചപ്പാ? ഞാൻ പുറംചൊറിയാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കി. ആടാ ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല. എന്ത് പറ്റിയടാ? ഒന്നുമില്ലടാ. ഇരി ഇരുന്നിട്ടിരുന്നാ മതി, അല്ലെങ്കിൽ എന്താണ്? ആരെ ഓരോല്ല സുഹൃത്തെ, ഞങ്ങൾക്കറിയാം കേട്ടാ. ഒന്നുമില്ല. നമ്മള് ഒരാളെ കൊല്ലണമെങ്കിൽ അങ്ങനെ അത്ര ഇതൊന്നുമില്ലല്ലോ. ഏയ് എന്താടാ? ഞാനൊന്ന് തുമ്മിയതാണ്. നീ എന്താണ് നീ കിടന്ന് പേടിപ്പിക്കണത്? പേടിയൊന്നുമില്ല. പിന്നെ പേടിയൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. നമ്മൾ എത്ര സുഹൃത്തുക്കളായിരിക്കുമ്പോ നീ ഇരുന്നിട്ട് ഞാനിരുന്നോളാം. ഞാൻ ഇരിക്കുമ്പോ മുതുകിനൊന്നും അടിക്കാനാണോ? ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പോവാടാ. പോവാ, അതാ നല്ലത്. അടുത്ത ജംഗ്ഷനിലോട്ട് പോവാ. പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നീ ഫ്രണ്ട് കിടന്നോ, ഞാൻ ബാക്കിൽ. അതിനെന്താ കാര്യം? ഞാൻ ഫ്രണ്ട് പോകുമ്പോ പുറയുന്ന പാരക്കടിക്കും. നീ ഫ്രണ്ട് ആയിരുന്നു? നീ ഫ്രണ്ട് ആയിരുന്നു? അല്ല നീ നടന്നോടാ. നീ ഫ്രണ്ട് ആയിരുന്നോടാ? നമ്മൾ രണ്ടുപേരും നടന്ന ഒരുപോലെ അല്ലേ? ഫ്രണ്ട് നടക്കണ ബുദ്ധിയല്ല. എന്താ പോവാ, ഇങ്ങനെ പോവാ. അങ്ങനെ എവിടം വരെ പോവാൻ? അങ്ങനെ പോവാൻ പറ്റൂല. എന്നാ ഇവിടെ തന്നെ നിൽക്കാം. നീ എവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്നോ? ഒക്കെ അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ. ഒരു പൊടിയിൽ ഞാൻ തട്ടിക്കളതാണ്. പൊടിയായിരുന്ന ആ കാലം എന്തും പറഞ്ഞിട്ടാ പോയത്. കളിക്കല്ലേട്ടാ. എന്തിനാടാ കല്ലെടുക്കണത്? ഇല്ല, വെറുതെ ഒരു രസത്തിന്. വല്ല പട്ടി വരെയാണെങ്കിൽ എറിയാലോ. നീ എന്തിനാടാ വടി എടുക്കുന്നത്? കുത്തിപ്പിടിച്ച് നടക്കാറാന്നേ. ആയിക്കോട്ടെ. അത് സാധനം എന്താ നിനക്ക് പറ്റിയത്? നിനക്കെന്താണ് പറ്റിയത്? എന്തിനാ ഇങ്ങനെ പേടിക്കണം നീ? കളിക്കല്ലേട്ടോ നീ. നിനക്കറിഞ്ഞൂടാ. അവനാ ഞാൻ പറഞ്ഞേക്കാൻ നിന്റെ 25,000 രൂപ ഞാൻ രക്ഷിച്ചതിനാ. എന്റെ പെണ്ണിനെ കളഞ്ഞാ നിനക്ക് വേണ്ടി. നീ എന്നെ കൊല്ലാൻ വന്ന ഞാൻ സമ്മതിക്കൂടാ പത്തി. ഞാൻ എന്തിനാടാ അതിട്ട് കുത്തുന്നത്? എന്റെ ചിറ്റപ്പനെ അറിയാമോ? കൊറേ കൊലക്കേസൊക്കെ ഉള്ള ആളാ. ഏത് ചിറ്റപ്പൻ? ചിറ്റപ്പൻ, രുദ്രൻ ചിറ്റപ്പൻ. ഞാൻ അത് വിളിച്ചേണ്ടല്ല, ആളിവിടെ പറഞ്ഞെത്തും. എന്തിനാ പുള്ളിനെ വിളിച്ചു വരുത്തണത്? അല്ല, എനിക്കൊന്ന് കാണണം എന്റെ ചിറ്റപ്പന. എന്റെ വലിയച്ഛൻ സുഖൂനെ ഞാൻ ഇറക്കും. എന്തിന്? പുള്ളി ഒരു കൊലക്കേസിലെ പ്രതിയാണോ? അത് കൊല കട്ട കേസല്ലേ? അത് മതി, ഒരാളെ കൊല്ലാനൊക്കെ അതൊക്കെ മതി. നീ അങ്ങനെ കളിക്കാൻ നിൽക്കല്ലേ. നീ മുട്ടല്ലേ? നീയാണ് മുട്ടണത്. ഞാൻ വെറുതെ വിടുമെന്ന് തോന്നണ്ടോ നിന്നെ? രണ്ടാമതൊന്ന് തീരുമാനിച്ചിട്ട് ഇവിടുത്തെ പോയാ മതി. നീ കൊല്ലടാ. എന്താ കൊല്ലടാ എന്നെ. ഞാൻ വിട്ട പോത്തെ നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? എടാ, നിനക്ക് വേണ്ടിട്ടാണ് എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ പഴനി കൊണ്ട് കളഞ്ഞത്. എടാ, നിനക്ക് വേണ്ടിട്ടാണ് എന്റെ അമ്മനെ ഞാൻ കിണറ്റിലെടുത്തിട്ടത്. അതപ്പൊ തന്നെ ചാടി കയറി പോരുകയും ചെയ്തില്ലേ? എല്ലാത്തിനും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വരണ്ട. എന്നാ എന്റെ വെളിച്ചനെ കൊണ്ട് നിന്നെ വെട്ടിച്ചിട്ട് ബാക്കിയുള്ളൂ. ഒന്നാ എന്റെ സുഖം ഇത് മേല എന്ത് മേല? എന്താണ് നിങ്ങൾ ഈ പ്രശ്നം? അല്ല, ഞങ്ങള് ആരെങ്കിലും ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ. അത് എന്റെ പൊന്ന് സുഹൃത്തെ, എനിക്ക് ഒരിക്കലും ചാവാൻ പറ്റില്ല. അത് ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ ഇത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നടന്നു. ഞാൻ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞതാണ്, ഒരാളെ കൊല്ലുന്നു. വെറുതെ പറഞ്ഞല്ലേ. അങ്ങനെ ആരും ആരെയും കൊല്ലാൻ പോകുന്നില്ല.
ഞാൻ വെറുതെ ഡയലോഗ് പറഞ്ഞ വെറുതെ പറഞ്ഞാണ്. ഇവിടെ ആരും ആരെയും കൊല്ലില്ല. അല്ല അപ്പൊ ഒരാളെ കൊല്ലുന്നു പറഞ്ഞു. അത് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാണത്. പക്ഷെ വെറുതെ പറഞ്ഞാണെങ്കിൽ അത് പ്രാബല്യത്തിലായി. അതെന്താ? പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഒരാളെ കൊല്ലുന്നല്ല, രണ്ടുപേരും കൂടി ഒരാളെ കൊല്ലുന്നു. ആരെ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി കാഴ്ചകൾക്കിടയിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക്. അമ്മേ ദളപതി രാത്രി ഇഷ്ടാക്കട് ദളപതിയാ. ഞാൻ പറഞ്ഞില്ലേ ചൊവ്വേന്ന് വന്നതാ. പി കെ ഇവരാണോ ചൊവ്വേന്ന് വന്നത്? ആദ്യം തന്നെ ഇവനോട് നേരെ ചൊവ്വ ഡ്രസ് എടുക്കാൻ പഠിക്കാൻ പറയും. ബുദ്ധിണ്ടാ? പിന്നില്ലേ? എന്താണെന്നറിയാമോ, ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത്, ദൈവകോപം ഉണ്ടാവും. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സുഖജോത്സ്യൻ പ്രശസ്തൻ. അയ്യോ സുഖചികിത്സ ഇവിടെയല്ല, കോട്ടക്കൽ വൈദ്യശാല. നിങ്ങൾ എല്ലാരും എന്തുകൊണ്ട് ഈ കബഡി നിർത്തുന്നേ? കൈ കൊണ്ട് അല്ലാണ്ട് കബഡി നിലത്തിട്ടിട്ട് മുഖൂട്ടോട്ട് ഓർക്കാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. തള്ളല്ലേന്ന് തള്ളല്ലേന്ന് പറഞ്ഞില്ലേ? വല്ല പിന്നെ ആരും പേടിക്കണ്ട, വീണതല്ല, ഭൂമി ദേവിയെ വന്നിട്ടതാ. അമ്മേ 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 എന്റെ പൊന്നേ, കെട്ടിട്ട് പടിയായി പോയി. അമ്മേ ദളപതി കാത്തിരി ഇഷ്ടാക്കണേ ദളപതിയാ. അമ്മേ ഭഗവതി കാത്തിരി ഇഷ്ടാക്കണേ. നാർന്നോറുണ്ണി ചോറിനാതോ ഉത്രട്ടാണ വീശണോ വീശണോന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ അവിടുന്ന് തലയും കൊണ്ട് ഇങ്ങനെ. പിന്നെ ചേട്ടാ ഇതൊരു മന്ത്രം ഉണ്ടാ, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും അല്ല. പിന്നെ ചേട്ടൻ നിർബന്ധമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീശാം വിശറാളാം. ഞാൻ സുഖജോത്സ്യൻ. ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇതിൻ്റെ ദോഷഫലങ്ങളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിലിങ്ങോട്ട് വരെയായിരുന്നു. അപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ ഇങ്ങോട്ട് ആകർഷിക്കണം. നീ അവിടെ ചെല്ലെന്ന് പറഞ്ഞിട്ട് ചവിട്ടിലൊരു മന്ത്രിക്കല്. അപ്പം ഞാൻ ഈ വഴി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ് ഇവിടെ ഭയങ്കര പരിപാടി കിടക്കുകയാണ്, പക്ഷെ ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് കുറേ ദോഷഫലങ്ങളുണ്ടെന്ന്. അവർക്ക് ദോഷഫലങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലാ ഇവിടുത്തെ പരിപാടി വിജയിക്കുള്ളതാണ് പറഞ്ഞേക്കണത്. അപ്പം ഞാനെന്ത് ചെയ്ത് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചാരാണ് സാക്ഷാൽ അമ്മ പരമേശ്വരി. അമ്മേ ഭഗവതി, അമ്മ തെളിക്കണ വഴി കൂടെ ഞാൻ പൊക്കളാം. അമ്മേ കാത്തിരക്ഷാക്കണേ, മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടണേ അമ്മേ. ആ അമ്മനെ വിളിച്ചോളൂ, ദേവം ഒന്നും പ്രത്യക്ഷപ്പെട്ടല്ല. ലാച്ചൊക്കെ ലാവശ്യമായിട്ടാണ് അമ്മ വന്നാക്കണത്. ഞാനാരുടെ അമ്മച്ചനൊന്നുമല്ല, ഞാനിവിടുത്തെ ആങ്കറാ. താനാരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ജോലിച്ചൻ സുഖജോലിച്ചൻ. സുഖജോത്സ്യനാ? ഇവിടെ കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ പരിഹാരങ്ങളും അതിന്റെ കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ്. സാക്ഷാൽ അമ്മ പറഞ്ഞു വിട്ടാണ്. തന്റെ അമ്മയ്ക്ക് എങ്ങനെ ഞങ്ങളെ അറിയാം? എന്റെ അമ്മയല്ല, നമ്മുടെ അമ്മ പരമേശ്വരി. അമ്മ പറഞ്ഞു വിട്ടാണ്. അപ്പൊ ഇവിടെ കുറെ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നോക്കുണ്ട് കുറച്ച് ദോഷങ്ങൾ. എനിക്കെന്താ ദോഷം? കുറച്ച് ദോഷഫലങ്ങൾ കാണുന്നുണ്ട്. പേര് പറഞ്ഞേ? അശ്വതി. കുഴപ്പമില്ല, നല്ല പേരാണല്ല. നീ നാള് പറഞ്ഞോളാം. മകം. മകം പിറന്ന മങ്കി. കുഴപ്പമില്ല, നല്ല മുഖമൊക്കെയാണ്, നല്ല നാളാണ്. നാളേക്ക് ആരെങ്കിലും ഒക്കെ ആയി തീരണ്ടാണ്. അപ്പൊ ഇന്ന് ഇതിപ്പോ സമയം കഴിഞ്ഞില്ലേ? അതിന്റെ ആളെ നോക്കിയാൽ മതി. അപ്പൊ നാളത്തെ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ആയി തീരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മന്ത്രങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മന്ത്രോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, 100 രൂപ കുറയാത്ത ദക്ഷിണ എടുത്തിട്ട് അങ്ങോട്ട് കയ്യിൽ പിടിച്ചോളാം. എന്നിട്ട് ഞാൻ ചൊല്ലണ മന്ത്രങ്ങൾ അങ്ങോട്ട് കയറ്റി ചൊല്ലിക്കോളാം. ദൃഷ്ടന്യം ദൃഷ്ടമാന്യം. എന്ത് ദൃഷ്ടന്യം ദൃഷ്ടമാന്യം? ഇത് ഞാൻ പറയണോ? പിന്നെ ഞാൻ പറയണോ? എനിക്കാണ് തോട്ടം. ദൃഷ്ടന്യം ദൃഷ്ടമാന്യം. കഷ്ടം. കണഗുണ പുരുഷാർദ്രം. കണകുണയാ? ഇട്ടഞ്ഞോ ഇട്ടഞ്ചകളകളജം. ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവസാനത്ത് പറഞ്ഞാൽ മതി. ടഞ്ചോ ടഞ്ചകളകളജം. കൈ ഇങ്ങനെ വെക്കണം. പറ്റോ? കളകളജം. കളകളജം. അത് മതി. കളകളജം. ജം ജം. ശിങ്കാരി വെള്ളം കൊട്ടാനല്ലോ പറഞ്ഞത്, മന്ത്രം ചൊല്ലാനാണ് പറഞ്ഞത്. ഇത്ര മതി. അപ്പൊ സമസ്ത അപരാധങ്ങളും ഒക്കെ അങ്ങോട്ട് പുറത്ത് കർമ്മപരമായും തൊഴിൽപരമായും ബുദ്ധിപരമായും ബുദ്ധി ഉണ്ടാ. പിന്നില്ലേ? എന്താണെന്നറിയാമോ, ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത്, ദൈവകോപം ഉണ്ടാവും. അപ്പൊ ബുദ്ധി പറയാല്ലേ? ബുദ്ധിപരമായും സമസ്ത ദോഷങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും കുടുംബ പരിസരത്തിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നും ഈ താലൂക്കിൽ നിന്നും ജില്ലയിൽ നിന്നും എന്തിനു പറയുന്നു വേൾഡ് മാപ്പി നടക്കും ഒഴിവാക്കി തന്നെ മനസ്സൂരി അങ്ങോട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് ആ ദക്ഷിണ എടുത്ത് ഈ സജ്ജിയിലിട്ടിട്ട് ഈ ജപിച്ച പൂവ് അങ്ങോട്ട് സ്വീകരിക്കാം. അമ്പേ ഭഗവതി ദക്ഷിണ ഇട്ടോളുക. ദക്ഷിണ ഇല്ല എന്നാ തനിക്ക് പൂവില്ല. എന്തൊരു കാര്യം ചെയ്യാം, ജപിച്ച പൂവില്ലെങ്കിലും തൽക്കാലം ഈ പൂ എടുത്തോ. ശരി, അപ്പൊ ഇത് ശിരസിൽ വെക്കണോ? അല്ല, അത് ചവിട്ടിൽ വെച്ചോ. വെറുതെ ആൾക്കാരെ പ്രാന്താക്കാനായിട്ട് വെറുതെ വരരുത്.
മനസ്സിലായില്ലേ? അപ്പൊ ഇനി കുറെ ദോഷഫലങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇല്ല ഇവിടെ ഉള്ളവർക്ക് എന്താ ദോഷം എന്ന് പറഞ്ഞേ? ഇവിടെ ഉള്ളവർക്ക് ദോഷം എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന ചേട്ടന് വായുദോഷമുണ്ട്. അഗ്നി ജലം വായു. വായുദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയ ദോഷമാണത്. അതറിയാമോ ചേട്ടാ? പേടിക്കണ്ട ചേട്ടാ, അതിന് പരിഹാരമുണ്ട്. ദക്ഷിണ വേണ്ട, ദക്ഷിണ വേണ്ട. ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ദക്ഷിണ വാങ്ങിക്കാറില്ല, വലിയ കാര്യങ്ങൾക്ക് ആരും ദക്ഷിണ തരാറുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പരിഹാരം കൊണ്ട് പറഞ്ഞു കൊടുക്കാം. ചേട്ടാ വന്നപ്പോ തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കണാണ്, ഉള്ള ഏറൊക്കെ വലിച്ചു കയറ്റിയിട്ട് ബസലും പിടിച്ചിട്ട് ഇരിക്കണം. ചിരിക്കണം കൂടി ഇല്ലെന്നേ. ഈ വായുകോപ്പുള്ളവർ ചെയ്യണം എന്താണെന്നറിയാമോ? വാ തുറന്നിട്ട് അട്ടഹസിച്ച് ചിരിക്കണം. എന്താണ് അതിന് കുഴപ്പമെന്ന് അറിയാമോ? വായു തുറന്ന് അട്ടഹസിച്ച് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള വായു കൂടി പൊക്കോളും. അപ്പൊ ഇതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാലാളുടെ കൂട്ടത്തിൽ നമ്മൾ ഇരുത്തൂല, മറ്റുള്ളവർക്ക് കൂടി ദോഷം വരും. അപ്പൊ അതിന്റെ പേരിൽ നല്ലോണം അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിച്ചോളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ജോത്സ്യർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറ. ഇവിടെ എന്തിനു വന്നു? ഇവിടെ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്, ഭാവി അറിയണ്ടേ? ആർക്ക്? ഞങ്ങക്ക് ഭാവി എന്ന് അറിയണ്ട. അല്ല എനിക്ക് ഭാവി അറിയണ്ടേ? ഗണിച്ചു നോക്കിയാ പോരെ? ഗണിച്ചു നോക്കിയാ പോരെ? അതല്ല, എനിക്ക് എന്റെ ഭാവി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ഭാവി ജീവിതം എന്താവും? എന്താ ഉള്ള കാര്യം പറയട്ടെ, ഒരു മാസമായി മക്കളെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പൊ ആരും പഴയതുപോലെ ജോലിച്ച് നോക്കാനൊന്നും വീട്ടിൽ വന്നില്ലാന്ന്. എന്തിന് സമയം നോക്കാൻ എടുക്കും പറ്റില്ല. അല്ലാതെ എന്താ? ഞാൻ എന്റെ സമയം നോക്കിയിട്ട് ഇപ്പൊ എപ്പോഴാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞൂടെ? ഇപ്പൊ എല്ലാ ചാനലിലും ഉണ്ട് ഓരോ ജോലിച്ചന്റെ പരിപാടികൾ. അതായത് വാസ്തുദോഷം പറയല്, നക്ഷത്രഫലം പറയല്, രാശിഫലം പറയല് ഒക്കെ ഉണ്ട്. പക്ഷെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ എപ്പോ തുടങ്ങി ഞാൻ വെച്ചോണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടി സ്കോപ്പ് ഇല്ലേ? ഇവിടെ സ്കോപ്പ് ഉണ്ടോന്ന് ചോദിച്ചാ? അല്ല, സ്കോപ്പ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിട്ട് ഒരു മിങ്കിളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ. അങ്കിളല്ല മിങ്കിള്. അല്ല, ഞാൻ പ്രായം വെച്ച് വിളിച്ചതാ. അങ്കിളെ, ഇവിടെ അങ്ങനെ അതിന് സ്കോപ്പ് ഇല്ല, വേഗം സ്ഥലം വിട്. ഇവിടെ അതിന് സ്കോപ്പ് ഇല്ല, വേഗം പൊക്കോളാൻ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അല്ല പോണ്ട. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ കുറച്ച് നാളായിട്ട് ഏതെങ്കിലും ജോത്സ്യന്മാരെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നിങ്ങൾ എല്ലാരും എന്തുകൊണ്ട് ഈ കബഡി നിരത്തുന്നേ? എന്തുകൊണ്ടാണ്? കൈ കൊണ്ട് അല്ലാണ്ട് കബഡി നിലത്തിട്ടിട്ട് മുഖൂട്ടോട്ട് ഓർക്കാൻ പറ്റും? എന്ത് ചോദ്യമൊക്കെ എടുക്കാം, ദക്ഷിണ തരൂല, ഒരുപാട് സംശയമായിട്ട് ഇറങ്ങിയേക്കാണ് ഇങ്ങോട്ട്. അല്ല, എന്തിനാ അങ്കിൾ ഇനി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? അതറിഞ്ഞൂടെ? ഇല്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ദോഷഫലങ്ങളുണ്ട്. എന്ത് ദോഷം? മൊത്തം ദോഷങ്ങളല്ലേ? അതായത് വാസ്തുദോഷമുണ്ട്, പിതൃദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്, പേരുദോഷമുണ്ട്, ജലദോഷമുണ്ട്. ഉണ്ട്. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വെച്ചപ്പോ മനസ്സിലായി. അത് മഴ കൊണ്ട് നടക്കണത് കൊണ്ടാ. മഴയും കൊണ്ട് നടക്കുന്ന വല്ല കൊടയും കൊണ്ട് നടന്നൂടെ? ആ കൊടയും പടിയൊക്കെ എടുക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ തൊട്ടുള്ളതാ ഇങ്ങനെ ഓരോരുത്തരായിട്ട് രാവിലെ തൊട്ട് ഭൂതം ഭാവി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേറി വന്നോണ്ടിരിക്കുന്നത്. വേറൊരാള് രാവിലെ തൊഴി വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ചൊവ്വേന്ന് വന്നതാ. ഞാനറിയാണ്ട് വേറൊരു ജോലി അവനെനിക്കൊന്നും കാണണമല്ലോ. നേരത്തെ വന്നപ്പോ ഇങ്ങനെയല്ലോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ ഒരാൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ആദ്യം വന്നതെന്നാ അറിയോ? ചുറ്റുമുള്ള ഡാൻസ് പിള്ളേർ വന്നില്ലേ, അവരെ തട്ടിട്ട് എനിക്ക് നടക്കാൻ പാടില്ലായിരുന്നു, അതാ ഇങ്ങനെയൊക്കെ വന്നത്. ഞാൻ പറഞ്ഞില്ലേ ചൊവ്വേന്ന് വന്നതാ. പി കെ ഇവരാണോ ചൊവ്വേന്ന് വന്നത്? ആദ്യം തന്നെ ഇവനോട് നേരെ ചൊവ്വ ഡ്രസ്സ് എടുക്കാൻ പഠിക്കാൻ പറയും. പെണ്ണുങ്ങളുടെ പാവാട, ആണുങ്ങളുടെ ഷർട്ടും, തലയിൽ ഹെൽമെറ്റും, ആളറിയാതിരിക്കാനായിട്ട്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സുഖജോത്സ്യൻ, പ്രശസ്തൻ. അയ്യോ, സുഖചികിത്സ ഇവിടെയല്ല, കോട്ടക്കൽ വൈദ്യശാല, അവിടെ നടക്കും. സുഖചികിത്സ അല്ല, പേര് സുഖു, പണി ജോത്സ്യ പണി. ജോത്സ്യനാണ്. നിന്നേക്കാളും വലിയ ജോത്സ്യാണ് ഞാൻ, മനസ്സിലായ? ആൾക്കാരുടെ കൈ പിടിച്ചിട്ട് യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നവനാണ് ഞാൻ. നീ കൈ പിടിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോ ഞാൻ ആൾക്കാരുടെ കാല് പിടിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാ. കാര്യം പറഞ്ഞ് തെറ്റിക്കഴിയുമ്പോ കാല് പിടിച്ച് ക്ഷമ പറയണ കാര്യമല്ല ഞാൻ പറഞ്ഞു. അതൊന്നുമില്ല, നീ വലിയ ജോത്സ്യനാണ്. ദൈവം പല ജോത്സ്യന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. പാവാട് കൊടുത്തു വല്ല ജോത്സ്യനെ ആദ്യമായിട്ട് കാണണം. എടാ മോനെ, നീ ഇത്ര വലിയ കാര്യങ്ങൾ പറയണ്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ദോഷഫലങ്ങളുണ്ടെന്ന്. ഈ വന്നാക്കണവന് ചൊവ്വാദോഷമുണ്ട്. ഇവിടെ ചൊവ്വാദോഷമുണ്ട്. എന്ത് ദോഷം? ചൊവ്വാദോഷം. ഈ ചൊവ്വാദോഷം ആരാ കണ്ടുപിടിച്ചത്? ചൊവ്വാദോഷം കണ്ടുപിടിച്ചതാ സുഖു ജോത്സ്യൻ. നീയാണോ ചൊവ്വാദോഷം കണ്ടുപിടിച്ചത്? ഞാനാണ്. എടാ, ഒരു ദോഷമില്ലാത്ത ഞങ്ങളുടെ ചൊവ്വയില് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞ് പേര് ദോഷം ഉണ്ടാക്കിയ ജോത്സ്യനാണ് നീല്ലേ? അവരായി അവരുടെ പാടായി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡ് അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരി കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസം. ഗുഡ് നൈറ്റ്.